RDX അടുത്ത വിഷയത്തിലേക്ക്. പ്രായപരിധി നിബന്ധന കേരളത്തിൽ മാത്രമാകില്ല, കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും ആവർത്തിക്കും എന്നാണ് CPIMന്റെ രാഷ്ട്രീയ തീരുമാനം. ആവശ്യത്തിന് നേതാക്കൾ പാർട്ടിക്കുണ്ട്, ചെങ്കൊടി പ്രസ്ഥാനത്തിന് നേതൃദാരിദ്ര്യമില്ല എന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ബഹുമുഖ വിപ്ലവ പദ്ധതിയിലെ ഒരു വഴി മാത്രമാണ് തെരഞ്ഞെടുപ്പ് എന്ന സൈദ്ധാന്തിക വിലയിരുത്തൽ കൊണ്ട് ആശ്വസിക്കാവുന്ന നിലയല്ല ഇന്ത്യയിലെ ഇടതിനിപ്പോൾ. പരിണിതപ്രജ്ഞരായ 6 ഒന്നാം നിര നേതാക്കൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും 85 അംഗ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും നല്ലൊരു സംഖ്യ നേതാക്കളും ഒഴിവായാൽ ഇനിയും മെലിയുമോ CPIM? അതോ മധുരയിൽ നിന്ന് 24-ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് പിരിയുമ്പോൾ യുവത്വം ചുവന്നു പൂക്കുമോ CPIMൽ? RDX വിശദമായി പരിശോധിക്കുന്നു. ആദ്യം RDX റാപ്പ് കാണാം 59 സെക്കൻഡിൽ. 75 വയസ്സെന്ന പ്രായപരിധിയിൽ മാറ്റം വരുത്തേണ്ടെന്ന നിലപാടിൽ ഉറച്ച് CPIM. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് സംഘടനാ റിപ്പോർട്ടിന് കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. BJP വിരുദ്ധ സർക്കാരിനെ നയിക്കുന്ന നേതാവെന്ന പരിഗണന നൽകി പിണറായി വിജയന് ഇളവ് നൽകും. പ്രായപരിധി നിബന്ധന നടപ്പാക്കുമെന്ന് ഉറപ്പായതോടെ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, സുഭാഷിണി അലി ഉൾപ്പെടെയുള്ള നേതാക്കൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാകും. സംഘടനാ ചുമതലയിൽ നിന്ന് ഒഴിയുന്നവർ തുടർന്നും മറ്റു തരത്തിൽ പാർട്ടിക്കൊപ്പം ഉണ്ടാവുമെന്ന് കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു. മുതിർന്ന നേതാക്കൾ മാറുന്നത് വെല്ലുവിളിയല്ലേ എന്ന ചോദ്യത്തിന് പാർട്ടിക്ക് ആവശ്യത്തിന് നേതാക്കൾ ഉണ്ടെന്നായിരുന്നു കാരാട്ടിന്റെ മറുപടി. ഒരുപക്ഷെ പ്രായപരിധി 75 വയസ്സെന്ന ധാരണയിലും മാറ്റം വന്നേക്കാം. വിവിധ സംസ്ഥാന കമ്മിറ്റികൾ തീരുമാനിച്ച പ്രായപരിധിയിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയുടെ പ്രായപരിധിയായി കേരളത്തിൽ നിശ്ചയിച്ച 75 വയസ്സ് ആകണമെന്നുമില്ല. ഏപ്രിൽ 2 മുതൽ 6 വരെ തമിഴ്നാട്ടിലെ മധുരയിലാണ് 24-ാം പാർട്ടി കോൺഗ്രസ്. RDX റാപ്പ്, ന്യൂസ് മലയാളം. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ പ്രായപരിധി കർശനമാക്കുന്നത് CPIMന് ഗുണമാണോ ദോഷമാണോ ചെയ്യുക? ഇവിടെ വലിയ തോതിൽ രാഷ്ട്രീയമായിട്ട് വെല്ലുവിളി നേരിടുന്ന കാലമാണ് അവർ. സനീഷ, കഴിഞ്ഞ ദിവസം അമിത്ഷാ ജോൺ ബ്രിട്ടാസിനോട് പാർലമെൻറ്റിൽ പറഞ്ഞല്ലോ, നിങ്ങൾ ഇൻ്റർനാഷണൽ ആണല്ലോ എന്ന്. അപ്പോൾ ഇൻ്റർനാഷണലായ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എന്ന നിലയ്ക്ക് കാണുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം എങ്ങനെയാണ് ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എങ്ങനെയാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നതുകൂടി നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പോൾ ചൈനയിൽ അവിടെ 68 വയസ്സാണ് വിരമിക്കൽ പ്രായം. ഈ 75 പോലുമല്ല, 68ആണ്. അതുപോലെ പിന്നെ ഒരു കാര്യമുണ്ട്, പരമോന്നത നേതാവ് എന്ന നിലയ്ക്ക് ആരെങ്കിലും ഒരു സുപ്രീം ലീഡർ നയിക്കാനുണ്ടെങ്കിൽ പലപ്പോഴും ഈ പാർട്ടികളിലെല്ലാം അയാളുടെ പ്രായപരിധിയിൽ ഇളവ് നൽകുന്ന പതിവ് കൂടിയുണ്ട്. അതാണ് അതിൻ്റെ വേറൊരു കൗതുകം. അത് കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുമ്പോൾ ആ കൗതുകത്തിനേറെ പ്രസക്തിയുമുണ്ട്. ഇപ്പോൾ വിയറ്റ്നാമിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 65 വയസ്സാണ് വിരമിക്കൽ പ്രായം. ക്യൂബയിൽ 65 വയസ്സാണ് വിരമിക്കൽ പ്രായം. പക്ഷേ വിയറ്റ്നാമിലും ക്യൂബയിലുമൊക്കെ ഈ സുപ്രീം ലീഡർക്ക് പ്രായപരിധിയിൽ ഇളവുണ്ടാവുന്ന സാഹചര്യവുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ സത്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ നയം ശരിയാണ്. ഇപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞ ജനകീയ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരോഗ്യമുള്ള പാർട്ടിയായി നിലനിൽക്കുന്നുവെന്ന് അവർ തന്നെ വിലയിരുത്തുന്നത് യുവത്വം പാർട്ടിയിലേക്ക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ നിരന്തരം പുതുക്കപ്പെടുമ്പോഴാണ്. ആ നിലയ്ക്ക് പുതുക്കപ്പെടാനുള്ള ശേഷി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് എന്നവർ സ്ഥാപിക്കുകയാണ് ഈ തീരുമാനത്തിലൂടെ എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തരക്കേടില്ലാത്ത ഒരു തീരുമാനമാണ്. ഇപ്പോൾ ബംഗാളിലൊക്കെ നേതൃത്വത്തെക്കുറിച്ച് പിന്നീട് ബംഗാളിലെ ഭരണമൊക്കെ പോയതിന് ശേഷം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വിലയിരുത്തൽ എന്താണ്? ഈ മുതിർന്ന നേതാക്കൾ ഇങ്ങനെ തുടർച്ചയായി, ഒരു നേതാവല്ല, ഒരു സംഘം നേതാക്കൾ ഇങ്ങനെ തുടർച്ചയായി തുടരുന്ന ഒരു വീണ്ടും ആവർത്തിച്ച് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പുതിയ തലമുറ വന്നില്ല. പലപ്പോഴും പുതിയ തലമുറയ്ക്ക് ഇത് ഏതാണ് ഈ പാർട്ടി ഞങ്ങളെ ഭരിക്കുന്നത് എന്നുപോലും അറിയാത്ത സ്ഥിതി ഉണ്ടായി എന്നൊക്കെ വിലയിരുത്തലുകളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്ഥിതി ഒഴിവാക്കാൻ ഇത് തന്നെയായിരിക്കും ശരിയായ മാർഗ്ഗം എന്നവർ തീരുമാനിച്ചുറപ്പിച്ചായിരിക്കും ഇങ്ങനെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇത് വേറൊരു കാര്യമാണ്, ഇത് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമാണ് ഈ തീരുമാനം തന്നെ. വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ 70 വയസ്സുള്ള സംസ്ഥാനമുണ്ട്, 72 വയസ്സ് തീരുമാനിച്ച സംസ്ഥാനമുണ്ട്, 75 വയസ്സ് എന്നുള്ളത് ദേശീയ തലത്തിൽ തന്നെ ഒരു തീരുമാനമായി നിലനിൽക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി കേന്ദ്രീകൃത പാർട്ടി എന്ന നിലയിൽ നിന്ന് മാറി വ്യക്തി ആരാധനയിലേക്കോ വ്യക്തി പൂജയിലേക്കോ ഒക്കെ പോകുന്നതിൽ നിന്ന് വഴിമാറി ഒരു സംഘടന എന്ന നിലയ്ക്ക് ആരോഗ്യമുള്ള സംഘടനയായി സുസ്ഥിരമായി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം അവർ നടത്തുകയാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത് അവരുടെ ഒരു നിർണായകമായ പരിശ്രമം കൂടിയാണ്. അതിനകത്തൊരു കാര്യമുള്ളത് ഹർഷൻ, അതായത് 75 വയസ്സുള്ള ആളുകളൊക്കെ അങ്ങോട്ട് പോകുക എന്ന് വെച്ചാൽ അതിനകത്ത് ഹർഷൻ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ യുവരക്തം വരുമെന്നുള്ളത്. പക്ഷേ ഈ പരിചയമുള്ള ആളുകൾ, അനുഭവ പരിചയമുള്ള ആളുകളുടെ പോക്ക് വല്ലാതെ അങ്ങോട്ടായാലും, ഒന്ന് സുർജിത്തിൻ്റെ കാലത്തോ
EMS നമ്പൂതിരിപ്പാടിൻ്റെ കാലത്തോ ഈവൻ സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നപ്പോൾ പോലുമോ ആളുകൾക്കിടയിലൊക്കെ നല്ല പരിചയം ഉണ്ടായിരുന്നു ആളുകൾക്ക്. സുർജിത്തൊക്കെ എന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തെ അപ്പാടെ തന്നെ മാറ്റാൻ ശേഷിയുള്ള, വർത്തമാനം പറയാൻ ശേഷിയുള്ള മറ്റ് നേതാക്കളൊക്കെ പരിചയമുള്ള ആളായിരുന്നു. സീതാറാം യെച്ചൂരിക്ക് ആ നിലക്ക് അവിടുത്തെ ഈ ദേശീയ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഡൽഹിയിലെ ഭാഷയിലൊക്കെ സംസാരിക്കാനുള്ള നല്ല ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും കൂടി ഇപ്പോൾ ഉള്ള ആളുകൾ അങ്ങോട്ട് പോയാൽ ഈ വരുന്ന ആളുകൾ ആരാണ് എന്ന് നമുക്കറിയില്ല. CPIM എന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ദേശീയ തലത്തിൽ എങ്ങനെയാണ് നയിക്കപ്പെടുക, പുതിയ രക്തം വന്നാൽ ആരൊക്കെയാണ് അവർ എന്ന് നമുക്കറിയില്ല. ആ അർത്ഥത്തിൽ നമുക്കറിയില്ല. ഒരുപക്ഷെ ആ പാർട്ടിക്ക് അതിനെപ്പറ്റി നല്ല ധാരണയുണ്ടാകും. ഇപ്പോൾ 75 വയസ്സ് എന്ന് വെച്ചാൽ 75 വർഷത്തെ അനുഭവ പരിചയം എന്ന അർത്ഥം. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ഒരു സംഭവം അദ്ദേഹത്തിന് മുന്നിൽ വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല സമരം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം മുന്നിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് കുലുങ്ങാതെ എന്നിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിന് അനുഭവപരിചയമുള്ളതുകൊണ്ടാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളിലൂടെ കടന്ന് വന്നിട്ടാണ് ഈ പ്രായത്തിൽ ഈ കാര്യത്തെ അദ്ദേഹം കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനെ നേരിടാനുള്ള ഒരു 10 പോയിന്റ് അദ്ദേഹത്തിന് കയ്യിലുണ്ടാകും. അതാണല്ലോ പ്രായം കൊണ്ട് കിട്ടുന്ന അനുഭവപരിചയം എന്ന് പറയുന്നത്. ആ അനുഭവപരിചയം അപ്പാടെ അങ്ങ് പോവുകയാണ് ചെയ്യുക. പക്ഷേ ശരിയാണ്, യുവരക്തം വരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ബി ജെ പി ഇവിടെ കേരളം തന്നെ മാത്രം നോക്കിയാൽ 30 ജില്ലാ കമ്മിറ്റികളാക്കി വെച്ചിരിക്കുകയാണ്. ചെറുപ്പക്കാരായിട്ടുള്ളൊരു നേതാവൊക്കെ പാലക്കാട് വന്ന് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ അവർ പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ ഈ സംവിധാനത്തെ എപ്പോഴും, അതാണല്ലോ രാജ്യത്ത് ഇപ്പോൾ നമ്മൾ ഉദാഹരണം എടുക്കേണ്ടുന്ന ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി. അവർ പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ്, യുവരക്തം വരികയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഈ ഇല്ലാതായി പോകുന്നവരെന്ന് തടയാൻ ഈ പാർട്ടിക്കകത്തേക്ക് ചെറുപ്പക്കാരുടെ നിര വരേണ്ടതുണ്ട്. പക്ഷേ അതേസമയം തന്നെ അവർക്ക് ഈ ഹിന്ദി ബെൽറ്റിലൊക്കെ വർത്തമാനം പറഞ്ഞ് പരിചയമുള്ള ആളുകൾ തന്നെയാണോ വരുന്നത്? ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പോൾ തന്നെയും വേരുകളൊക്കെയുള്ള സ്ഥലത്ത് നിന്നുള്ള നേതാക്കളാണോ വരിക? ഇതൊന്നും നമുക്കറിയില്ല. മറ്റേത് പാർട്ടിയെക്കുറിച്ചാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ ആരാണെന്ന് വെച്ചാൽ നമുക്ക് 5 പേര് വെച്ച് ചർച്ച ചെയ്യാൻ പറ്റും. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിലേക്ക് ആരാ വരുന്നത്? 75 ആളുകൾ അങ്ങോട്ട് പോയിട്ട് ആരാണോ വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അത് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത് അതിന് ശേഷമേ നമുക്ക് പറ്റും. ഒറ്റ കാര്യം, ഒരു കാര്യം ചെയ്യണം. അതായത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമ്പോൾ 82 വയസ്സായിരുന്നു. 82ാമത്തെ വയസ്സിലാണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത്. 75, 82 എത്ര വയസ്സുണ്ട്? ഇത്രയും കാലം അദ്ദേഹത്തിന് പിന്നെയുണ്ട്. ഇവർ പറഞ്ഞിരിക്കുന്ന 81 വരെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ അനുഭവ പരിചയം വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, സാമൂഹ്യ പ്രവർത്തനം നടത്താനുള്ള ശേഷി എന്തായാലും ഈ പ്രായം വരെയൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പക്ഷേ അവരിതിൽ ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് പോളിറ്റ് ബ്യൂറോ എന്നങ്ങ് നീക്കിയാലും അവർ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാക്കളായിരിക്കും. അവരുടെ പ്രവർത്തന പരിചയം, സമ്പത്ത് ഞങ്ങൾ ഉപയോഗിക്കുമെന്ന്. അപ്പോൾ ആ നിലക്ക് വന്ന് കാത്തിരുന്ന് കാണുക, അതൊരു സാധ്യത. പക്ഷേ ഇതിനകത്ത് എന്താണെന്നറിയോ, ഇതിനകത്ത് എങ്ങനെ ഈ പ്രായപരിധി കഴിഞ്ഞവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സത്യം പറഞ്ഞാൽ CPM ഒരു വ്യക്തതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരിങ്ങനെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല ആളുകൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ. ഇപ്പം MM മണി, അദ്ദേഹം അടങ്ങുന്ന സംഘടനാ സംവിധാനം പരിഗണിക്കുന്നത് ഒരു തരത്തിലാണെങ്കിൽ G സുധാകരനെ പരിഗണിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അപ്പോൾ ഇതിൽ ഈ കാര്യശേഷിയോ അല്ലെങ്കിൽ എന്താണ് പാർട്ടിയോടുള്ള ആത്മാർത്ഥതയോ ഒന്നും കൈവിട്ടവരായിരിക്കില്ലല്ലോ ഇവരാരും. അവരുടെ ഈ ഒരു പരിചയസമ്പന്നത ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് വിഭാഗീയതയ്ക്ക് അപ്പുറത്ത് ചിന്തിക്കാനുള്ള ഒരു ഒരു ആലോചന കൂടി പാർട്ടിയിലുണ്ടായാൽ കൊള്ളാം. കേരളത്തിലെ സ്ഥിതിയല്ലോ പുറത്തു നിന്നുള്ള കാര്യം കൂടിയാണ്. നമുക്ക് ഇത് ഈ അടുത്ത വിഷയത്തിലേക്ക് പോകാം. CPIMന്റെ ചരിത്രത്തിൽ നിർണായകമാണ് മധുര പാർട്ടി കോൺഗ്രസ്. ദേശീയ രാഷ്ട്രീയത്തെ ഉള്ളം കയ്യിലിട്ട് നിയന്ത്രിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഒരു നിര പടിയിറങ്ങുകയാണ്. അതായത് CPIM അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുഖം മാറ്റത്തിലൂടെ കടന്നു പോകുന്നു. യുവരക്തം കടന്നു വരും എന്നത് ഗുണകരമാകുമെങ്കിലും അത് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. അശോക് ധാവ്ളെ അടക്കമുള്ള നേതാക്കളുടെ കൈകളിലേക്കാണ് ഇനി എത്തുന്നത് എന്നത് CPIMനെ ഒരു സമരശക്തിയാക്കുമെന്ന് ആ അർത്ഥത്തിൽ നോക്കുന്ന ആളുകൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് CPIMനെ പോലെ ജൈവികമായി അതിജീവന ശേഷിയുള്ള പാർട്ടിയെക്കുറിച്ച് അന്തിമമായൊരു തീർപ്പ് ഇപ്പോൾ കൽപ്പിക്കാനാകില്ല.